നമസ്കാരം. 7ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് യെസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ. 1985 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിലാണ് 7ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. 7ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച സമയത്ത് ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ രാജീവ് ഗാന്ധിയും ഉപാധ്യക്ഷൻ ഡോക്ടർ മൻമോഹൻ സിംഗും ആയിരുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപാദന വർധന, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയായിരുന്നു 7ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ 7ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സാധിച്ചു. വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്ന സാം പിത്രോഡയാണ്. രാജീവ് ഗാന്ധി ഇന്ത്യൻ ഐടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. 7ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ വാർഷിക വളർച്ചാ നിരക്ക് 6.1% ആയിരുന്നു. കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1990 മുതൽ 1992 വരെ വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.